ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ NTPCയെ കുറിച്ചിട്ടുള്ള ഒരു മെയിൻ പോസ്റ്റിനെ പറ്റിയിട്ടാണ്. NTPCയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ അല്ലേ. അപ്പോൾ ആ ഒരു പോസ്റ്റിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്കറിയാം, ഗ്രാജുവേറ്റ് പോസ്റ്റും വന്നു, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും വന്നു. രണ്ടിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിലെന്താണ് ക്വാളിഫിക്കേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറിയും അതിനനുസരിച്ചിട്ടുള്ള ജോലിയും അതിനനുസരിച്ചിട്ടുള്ള വലിയൊരു പോസ്റ്റിങ്ങും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതേസമയം അണ്ടർ ഗ്രാജുവേറ്റ് ആകുമ്പോൾ +2 ലെവലാണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു സാലറിയും അതിൻ്റെ ജോലി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികളും ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിക്ക് ആ ഒരു ചേഞ്ചസ് അതിനുണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ അപ്പം നമുക്കിന്ന് ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയണം. അവരുടെ സാലറി എങ്ങനെയാണ്, അവരുടെ പോസ്റ്റിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവരുടെ പാറ്റേൺ ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഗുഡ്സ് ഗാർഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നാണ് ആരെ പറയുന്നത്, ഗുഡ്സ് ഗാർഡിനെ പറയുന്നത് കേട്ടോ. ഗുഡ്സിൻ്റെ ഒക്കെ ട്രെയിനിൻ്റെ ഒക്കെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് മെയിൽ ഓർ ഫീമെയിൽ എന്ത് ചെയ്യുന്നു, ഈ പച്ചക്കൊടിയൊക്കെ കാണിക്കാനായിട്ട് നിൽക്കുന്ന അതേ പോസ്റ്റിങ്ങിലുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ. ഒരാളെ ഉള്ളൂ. ആ ഒരു പ്രത്യേക ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അവർക്ക് വേണ്ടിയായിട്ട്. അപ്പോൾ അവിടെ അതിലിരുന്ന് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിനുമായിട്ട് റിലേറ്റഡ് ഇതാണ് ഗുഡ്സ് ട്രെയിൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പാസഞ്ചേഴ്സ് ഒന്നും ഇല്ലാതെ ഫുൾ ഗുഡ്സ് കയറ്റി കൊണ്ടുവന്നത്. അതാണ്ടോ ഇതുപോലെ ഒരുപാട് ട്രെയിൻ ഒരുപാട് ലോഡ് ഓഫ് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടി വരും. അതായത് ഇപ്പോൾ വീറ്റ് ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, നമുക്ക് എന്തൊക്കെയാണോ കയറ്റുമതി ചെയ്യേണ്ട സാധനങ്ങൾ അതെല്ലാം എന്ത് ചെയ്യും, ഇതുപോലെ ടൺ കണക്കിന് സാധനങ്ങൾ വന്ന് നിന്നിട്ട് അതെല്ലാം ലോഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉത്തരവാദിത്യം, ആ റെസ്പോൺസിബിലിറ്റി ആരുടെ തലയിലാണ്, ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജറിൻ്റെ തലയിലാണ്. എല്ലാം ലോഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ താഴെ ആൾക്കാരുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യാനാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉള്ളത്. എന്നാലും അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, ഗുഡ്സ് ട്രെയിൻ മാനേജറിനാണെന്ന് മനസ്സിലാക്കിക്കോളുക കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഡെയിലി ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യാനായിട്ട് വരും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ്. 18 to 36 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ. 18 to 36 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ OBCക്ക് ആണെങ്കിൽ വീണ്ടും ഒരു 3 വർഷം, SC/STക്ക് ആണെങ്കിൽ വീണ്ടും ഒരു 5 വർഷം. ആ ഒരു കണക്കാണ് വരുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവരുടെ പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ജോബ് പ്രൊഫൈൽ എന്ന് നോക്കാം. അപ്പോൾ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് നോർമലി ഗുഡ്സ് ട്രെയിനും ഉണ്ട്, പാസഞ്ചർ ട്രെയിനും ഉണ്ട്. അപ്പോൾ ഗുഡ്സ് കയറ്റിയിട്ടുള്ള ട്രെയിനിൻ്റെ മാനേജിങ് ആണ് ഏറ്റവും കൂടുതൽ ആർക്ക് വരുന്നത്, നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ പറഞ്ഞത്. ചില ഇങ്ങനത്തെ നമ്മളിപ്പോൾ സദേണിൽ തന്നെ എടുത്ത സൗത്ത് സോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കുറേയൊക്കെ എന്തായിരിക്കും, നമ്മൾ എറണാകുളം എന്ന് പറയുന്നത് ഭയങ്കര ഗുഡ്സ് ട്രെയിനിനൊക്കെ ഭയങ്കരമായിട്ടും ഏറ്റവും കൂടുതൽ നടക്കുന്നത് അവിടെയാണ്. ഗുഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏറ്റവും കൂടുതൽ അവിടെ കാണപ്പെടുന്നുണ്ട്. അതേസമയം നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ കൊല്ലം സെൻട്രലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗുഡ്സ് ട്രെയിനിൻ്റെ കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും കൂടുതലല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ എന്തായിരിക്കും, കുറച്ച് ജോലി കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സോണുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഗുഡ്സ് പോകുന്ന സ്റ്റേഷൻസും ഉണ്ട്, ഗുഡ്സ് കുറവുള്ള സ്റ്റേഷൻസും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റേഷൻസിൽ എന്ത് ചെയ്യും, ഇവർക്ക് എന്തായാലും കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം, ഇത്ര മണിക്കൂർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, മേ ബി ആ ഒരു ടൈമിൽ ഗുഡ്സ് ട്രെയിൻകാർ ഇപ്പം ഗുഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെന്തിലേക്ക് മാറ്റിവിടും, പാസഞ്ചർ ട്രെയിനിലെ മാനേജറായിട്ട് പറഞ്ഞു വിടും കേട്ടോ. പാസഞ്ചർ ട്രെയിനിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന പൊസിഷനായിട്ട് നിന്ന് പോവേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുമ്പോൾ ഗുഡ്സ് ട്രെയിൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഗുഡ്സ് ട്രെയിനാണ്. ബട്ട് എന്തും കൂടെ ഉണ്ട്, പാസഞ്ചർ ട്രെയിനിൻ്റെ ഉത്തരവാദിത്വം കൂടെ ആർക്ക് കൊടുക്കാറുണ്ട്, നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവർ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും, മാറ്റാറ് ഉണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ റെസ്പോൺസിബിൾ ഫോർ എന്താണ് റെസ്പോൺസിബിൾ, ഗുഡ്സ് ട്രെയിനിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓപ്പറേഷനാണ് ആര് ചെയ്യേണ്ടത്, നമ്മുടെ ഈ പറയുന്ന ഗുഡ്സ് ട്രെയിൻ മാനേജർ ചെയ്യേണ്ടത്, ഗുഡ്സ് ഗാർഡ് ചെയ്യേണ്ടത്. ദിസ് റോൾ ഇൻവോൾവ്സ് എൻഷുറിംഗ് ദ സേഫ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം ഇത്രയും സാധനമില്ലേ, ഇത് സേഫായിട്ട് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങുന്ന സാധനം ഗുഡ്സ് ട്രെയിൻ ഇത്ര എറണാകുളത്ത് ചെന്ന് നിൽക്കണം എന്ന് ആലോചിക്കുന്നെങ്കിൽ ആ ഉള്ള സ്റ്റേഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്റ്റോപ്പൊന്നുമില്ല, കണ്ടിന്യൂസ് പോകുന്ന ട്രെയിനാണ് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വിത്തൗട്ട് സ്റ്റോപ്സ് ആണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളം എന്ന് പറയുന്നൊരു പ്ലേസിൽ, അല്ലെങ്കിൽ ഒരു ചെന്നൈ എന്ന് പറയുന്ന ഒരു തിരുനെൽവേലി എന്ന് പറയുന്ന ഒരു സ്പേസിൽ ചെന്ന് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ, ആ ഒരു ടൈം ലിമിറ്റ്, എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുണ്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ലാഗ് അടിച്ചത്, എവിടെയാണ് ഡിറ്റൻഷൻ പോയിന്റ് വന്നത്,
ഡിലേ പോയിന്റ് വന്നത്. ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സും ആര് ചെയ്യണം? നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ ചെയ്യണം. അതായത് ഗുഡ്സ് ഗാർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്കൊരു ഫോം ഉണ്ട്, ലാസ്റ്റ് വന്ന് അവരെന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിലെല്ലാം ഫില്ല് ചെയ്ത് ഇത്ര സമയത്തിനാണ് എത്തിയത്, ഓരോ സ്റ്റേഷനിലും ഇത്ര സമയത്തിനുള്ളിൽ എത്തി, എത്രയാണ് സ്പീഡ് ലിമിറ്റ്, എത്രയാണ് ടൈം ലിമിറ്റ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ആര് ചെക്ക് ചെയ്യാറുണ്ട്? നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ. ഒറ്റ ഒരാളായിട്ട് ഏറ്റവും ബാക്കിലിരിക്കുന്ന, ഈവൻ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആയാലും ആര് തന്നെയാണ്, ഒറ്റ ആളാണ്. നിങ്ങൾക്ക് എന്തായിരിക്കും വർക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ചെക്കിങ്ങും ലോഡിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെക്കും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. ചുമ്മാ നമുക്ക് വെറുതെ ഇരുന്ന് ചെയ്യുന്നതല്ല. ഈ നമ്മളിപ്പോൾ വിചാരിക്കും ഇത്രയും ട്രെയിൻ ട്രിവാൻഡ്രം ടു എറണാകുളം ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു പോവും. പക്ഷേ ശരിക്കും അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? അത്യാവശ്യം വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം ഒരു സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ, അതായത് ഗുഡ്സ് ട്രെയിൻ, അടുത്ത സ്റ്റോപ്പിന് മുമ്പ് എവിടെയെങ്കിലും വെച്ചൊരു ലാഗ് ഉണ്ടായി, അതായത് എവിടെയെങ്കിലും നിന്ന് പോയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കലി എന്തെങ്കിലും വർക്കിന് എന്തെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ജാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ബൈൻഡിങ് എന്നൊക്കെ പറയും. ചില സമയത്ത് എന്ത് ചെയ്യത്തില്ല, വീല് റോൾ ആവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഈ ഗുഡ്സ് ട്രെയിൻ മാനേജർ ആയിരിക്കണം. അതിനെ ചെന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഈവൻ നമുക്കറിയാലോ, ലോക്കോ പൈലറ്റ്സ് 2 പേരായിരിക്കും ഏറ്റവും ഫ്രണ്ടിലുള്ളത്, ഏറ്റവും ബാക്കിൽ ആരും കാണും? ഗുഡ്സ് ഗാർഡും കാണും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ട്രെയിൻ നിന്ന് പോവുകയാണെങ്കിൽ, അപ്പം ബാക്കി വരുന്ന, നിങ്ങൾക്കറിയാലോ ഓട്ടോമൈസേഷൻ കാരണം നമുക്കറിയാം ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ ആ പാളത്തിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രെയിൻ എന്തായാലും പോകണം. ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ അത് ആർക്ക് ലാഗിങ് ഉണ്ടാക്കും? ബാക്കിയുള്ള ട്രെയിൻസിന് ലാഗിങ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ട്രെയിൻ കൃത്യമായ സമയത്ത് പോകണം. അതുകൊണ്ട് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, ഓപ്പറേഷണൽ സ്കില്ലും കൂടെ ആർക്കുണ്ടായിരിക്കണം? ഗുഡ്സ് ട്രെയിൻ മാനേജറിന് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ആ പ്രശ്നം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. എവിടെയാണ് പ്രശ്നം? അപ്പോൾ ലോക്കോ പൈലറ്റ്സ് നമ്മളെ സഹായിക്കും എന്നുള്ളതേ ഉള്ളൂ. നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് എല്ലാ കാര്യങ്ങളും ചെന്ന് ചെയ്യേണ്ടത്. എന്താണ് പ്രശ്നം, എവിടെയാണ് ബൈൻഡിങ് അല്ലെങ്കിൽ ജാം ഉണ്ടായോ, എവിടെയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഏത് ഓപ്പറേഷണൽ ടീമിനെ വിളിച്ചാൽ അവരെത്ര പെട്ടെന്ന് എത്തും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടല്ലോ, ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തോണം. എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്നില്ല, അതായത് ഗുഡ്സ് ഗാർഡിന് പറ്റുന്നില്ലെങ്കിൽ കൃത്യസമയത്ത് ആരെ അറിയിക്കണം? അടുത്ത സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെക്കാനിക്സിനെ, ഈ ഒരു റെയിൽവേ ടീമിൻ്റെ തന്നെ മെക്കാനിക്കലിനെ എന്ത് ചെയ്യണം? വിളിച്ച് വരുത്തണം. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രോസസ്സ് അതിലെന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കേണ്ടി വരും? കാരണം ഇങ്ങനെ ഒരു ലാഗ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടെ വന്ന് ഇത് സ്റ്റോപ്പായി കഴിഞ്ഞു, ഇത് ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഒരു ട്രെയിൻ എടുക്കുമ്പം തന്നെ ഇവരെന്ത് ചെയ്യണം? അതെല്ലാം ഈ ഒരു ട്രെയിനിൻ്റെ കൃത്യമായ ബ്രേക്കിംഗ് എല്ലാം സിസ്റ്റമായിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാം ഇവരുടെ തലയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ആരുടെ തലയിൽ തന്നെ ആവും? നമ്മുടെ ഗുഡ്സ് ഗാർഡിൻ്റെ തലയിൽ തന്നെ ആവും. ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കണം. അവർക്ക് എന്താണ്? ആ ഒരു ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഇത്തിരി എന്താണ് ടാസ്കുള്ള ജോലിയാണ്. അതുകൊണ്ടാണ് ഞാൻ NTPCയുടെ സോൺ അനാലിസിസ് പറഞ്ഞപ്പോൾ ഫീമെയിൽസ് ഒരിക്കലും ഈ ഒരു പോസ്റ്റ് എടുക്കുന്നെങ്കിൽ എവിടെ എടുക്കരുതെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ റീജിയണിൽ എടുക്കല്ലെന്ന് പറയുന്നത് കേട്ടോ. നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ പോയാലും സൗത്ത് വിട്ടിട്ട് എവിടെ പോയാലും നിങ്ങൾക്കത് റിസ്ക് ഫാക്ടറാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സ്റ്റേഷൻ, ഇവിടെ ഉള്ള സ്റ്റേഷൻസ് ആണ് നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന, ഇപ്പം നമ്മൾ പോകുന്ന ഈ കേരള, തമിഴ്നാട് ആ ഒരു സ്റ്റേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം കേരളയിലാണെങ്കിൽ എപ്പോഴും എന്താണ് ഭയങ്കര നമുക്ക് ആളുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ നമുക്ക് ഭാഷ പോലും മനസ്സിലാവാതെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇടയ്ക്ക് ഒരു ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പോലും ആരും ഇല്ലാണ്ടായിപ്പോൾ. അതുകൊണ്ടാണ് അതുമാത്രമല്ല, ഈ ഇപ്പം കൊൽക്കത്ത റീജിയൻ അല്ലെങ്കിൽ ഒഡീഷ റീജിയനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുന്ന കാട് ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ട്രെയിൻ ഏറ്റവും ഉള്ളിലൂടെ ആയിരിക്കും പോകുന്നത്. ആ ഒരു പോകുന്ന സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി നിൽക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സേഫ്റ്റി ഇല്ല. നിങ്ങൾക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഫീമെയിൽസിന് അത് എന്തായിരിക്കും, ഒരു പ്രൊട്ടക്ഷൻ്റെയൊക്കെ കാര്യത്തിൽ കുറച്ച് എന്താണ് വീക്കായിരിക്കും അല്ലേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എന്തായിരിക്കും ടഫസ്റ്റ് പാർട്ടായിരിക്കും, ഒരു ചാലഞ്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഫീമെയിൽസ് ഒരിക്കലും നോർത്ത് ഇന്ത്യൻ സൈഡ് വയ്ക്കുകയാണെങ്കിൽ ഏത് വയ്ക്കരുതെന്ന് പറഞ്ഞത്, ഗുഡ്സ് ട്രെയിൻ മാനേജർ വയ്ക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെയിൽ കാറ്റഗറിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എന്താണ് നേരിടാൻ തയ്യാറാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും മാനേജിങ് ഷെഡ്യൂൾസ്, അത് മാത്രമല്ല ഈ പറയുന്ന പോലെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊണ്ടെത്തിക്കണം. മാനേജിങ് ഷെഡ്യൂൾസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഈ ഷെഡ്യൂൾസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോഡ്സ് എല്ലാം കൃത്യസമയത്ത് എത്തിയോ, എത്രയൊക്കെ ലോഡ് കയറ്റി, ആ റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് കൊടുക്കണം. അതുകൊണ്ട് അതെല്ലാം ഷെഡ്യൂൾ ചെയ്യണം അവർ ഇത്ര സമയത്ത്. അതായത് ഇപ്പം നിങ്ങളടുത്ത് സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു ലോഡ് നിങ്ങൾക്ക് എടുക്കാറുണ്ട് അല്ലെങ്കിൽ കാർഗോ പോകാനുണ്ട്, നിങ്ങൾക്ക് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി, ഗുഡ്സ് ട്രെയിൻ, അത് ഒരു 2.5 മണിക്കൂർ മുന്നേ നിങ്ങളെ വിളിച്ച് പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് ഏത് സ്റ്റേഷനിലാണോ ഇത് പോവേണ്ടത്, ഇപ്പോൾ ട്രിവാൻഡ്രം ടു കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ടു എവിടെയാണ് നമ്മുടെ എറണാകുളമാണ്, അല്ലെങ്കിൽ എറണാകുളം ടു നേരെ പാലക്കാടാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1/2 മണിക്കൂർ മുന്നെങ്കിലും വിളിച്ച് പറയണം ഇന്ന ട്രെയിൻ ഇത്ര സമയത്തിന് അവിടെ എത്തും എന്നുള്ളൊരു കാര്യം. കാരണം ഗുഡ്സ് ട്രെയിൻ ആയതുകൊണ്ടാണ്. ഗുഡ്സ് ട്രെയിൻ ഇത്ര സമയത്ത് എത്തുമെന്ന് അവരടുത്ത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പോവേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം, അതായത് ഗുഡ്സ് ഗാർഡിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മാനേജിങ് ഷെഡ്യൂൾസ്. ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും, ഇപ്പം 8 മണിക്ക് ഒരു ജോലിക്ക് നിങ്ങൾ 8 മണിക്ക് എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് അത് പുറപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:30-ക്ക് നിങ്ങൾ എവിടെ പറയണം, 7:30-ക്ക് നിങ്ങൾ എവിടെ വിളിച്ച് പറയണം, നിങ്ങളുടെ ആ ഒരു സെൻറ്ററിൽ വിളിച്ച് പറയണം, എവിടെയാണോ എത്തുന്ന ആ സെൻറ്ററിൽ വിളിച്ച് പറയണം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്, കോർഡിനേഷൻ വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കാരണം എന്താ, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ സമീപിക്കണം. ഇടയ്ക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റ് അവരുമായിട്ടുള്ള ഒരു ടീമുമായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടീമുമായിട്ട് ബന്ധപ്പെടണം. എന്തെങ്കിലും ഒരു ക്ലറിക്കൽ ഷെഡ്യൂളിംഗ് ആവശ്യത്തിനാണെങ്കിൽ ക്ലറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടണം. അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് എപ്പോഴും സൂപ്പർവൈസിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അങ്ങനെ പോകണം. അപ്പം അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത് ഗുഡ്സ് ട്രെയിൻ മാനേജർ മസ്റ്റ് എൻഷുർ ദാറ്റ് ഓൾ സേഫ്റ്റി പ്രോട്ടോകോൾസ് ആർ ഫോളോഡ് ഡ്യൂറിങ് ദ ലോഡിങ്. അതാണ് സേഫ്റ്റി ആണോ നിങ്ങൾ ഈ ചെയ്യുന്നത്, കാരണം ഇത്രയും ലോഡുമായിട്ട് പോകുന്നതാണ്, ഒരു ലോഡ് മിസ്സാവാൻ പാടില്ല, ഒരു ലോഡിന് ഒന്നും സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും ലോഡ് കയറ്റുമ്പോൾ ട്രെയിനിന് എന്താണ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്. ലോഡിങ് അൺലോഡിങ് മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ഇനി അടുത്ത് മെയിൻറ്റെയിൻ ആക്യുറേറ്റ് റെക്കോർഡ്സ് ഓഫ് ട്രെയിൻ മൂവ്മെൻറ്റ്സ് ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ഓൺ ഓപ്പറേഷണൽ പെർഫോമൻസ്. അതിൻ്റെ ഓപ്പറേഷണൽ പെർഫോമൻസിലും അവരെന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം കേട്ടോ. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. വെഹിക്കിൾ ഗൈഡൻസ്, എത്ര ടൺ വെയിറ്റ് ഉണ്ട്, നമ്പർ ഓഫ് വേഗൺസ്, നിങ്ങൾ ആ ബോക്സ് ഉണ്ടല്ലോ, വേഗൺസ് എന്ന് പറഞ്ഞാൽ ആ ബോക്സുകൾ എത്ര ടൈപ്പ് ഓഫ് എത്രയിലൊക്കെയാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്, വാഗൺസ് ആണ് ഫില്ല് ചെയ്യുന്നത്, ആ ടോട്ടൽ ടണേജ് എത്ര ടണ്ണുള്ള സാധനം ഉണ്ട്, ഇൻഡിവിജ്വൽ ലോഡ് എത്രയാണ്, ഇതെല്ലാം എന്ത് ചെയ്യണം, ആര് ചെയ്യണം, ഈ പറയുന്ന ട്രെയിൻസ് ഗാർഡിൻ്റെ ജോലിയാണ്. അപ്പം ജോലി അത്യാവശ്യം കൂടുതലാണ്, 8 മണിക്കൂറിൽ കൂടുതൽ ജോലിയുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് അലവൻസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമോ അതിനുള്ള ബെനിഫിറ്റ്സ് എന്തായാലും നമുക്കുണ്ടാവും. അതിൽ 100% ഷുവർട്ടിയാണ് നമ്മുടെ SSC ആയാലും RRB ആയാലും. നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തായാലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ട്രെയിൻ ഇൻസ്പെക്ഷൻ, കണ്ടക്ട് തറവ് ചെക്സ് ഓൺ ദ എൻ്റയർ ട്രെയിൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് അഡ്രസ് എനി ലൂസ് എൻഡ് ദാറ്റ് കുഡ് ഇമ്പാക്ട് ഇറ്റ് സേഫ് ആൻഡ് സ്മൂത്ത് ഓപ്പറേഷൻ. എന്തെങ്കിലും പൊട്ടിയിരിക്കുന്നോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ടൈറ്റ്നെസ്സിൻ്റെ പ്രശ്നമുണ്ടോ, അങ്ങനെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കും. അതാ പറഞ്ഞത്, ബ്രേക്ക് കണ്ടിന്യൂറ്റി, ബ്രേക്കിൻ്റെ കാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കും. ആഫ്റ്റർ വെരിഫൈങ് ദ ട്രെയിൻസ് മൊബിലിറ്റി ആൻഡ് ബ്രേക്ക് എഫക്റ്റീവ്നെസ്, അതെല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് രേഖകൾ മോണിറ്റർ ചെയ്യും കേട്ടോ. ഇൻ മോഷൻ മോണിറ്ററിങ്, ഒബ്സർവ് ദ ട്രെയിൻ ഫോർമേഷൻ വൈ ഇൻ മോഷൻ. അതുപോലെ തന്നെ ഇതാണ് അവരുടെ മെയിൻ ടാസ്ക്. ഈ ട്രെയിനിനകത്ത് ഇരിക്കുമ്പോഴും ഇവർ എന്ത് ചെയ്യണം, ഈ ഒരു മോഷൻ കീപ്പ് ചെയ്യണം. അതായത് ഇപ്പം ഒരു സമയത്ത് ട്രെയിൻ എന്ത് ചെയ്തു, പെട്ടെന്ന് സ്പീഡ് കൂട്ടി. ആ സ്പീഡ് കൂട്ടിയത് എന്താ, ഇപ്പം നോർമൽ സ്പീഡിൽ നിന്ന് ഇത്ര കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരപ്പോൾ എന്ത് ചെയ്യണം, അത് എഴുതി വെക്കണം. ഇതെല്ലാം ഇവരുടെ പോയിന്റ്സ് ആണ്. ഇത്ര ടൈം ലാഗ് ഉണ്ടായി, കാരണം ഇവർ വണ്ടി പതുക്കെയാണ് ഓടിച്ചത് എന്നുള്ള റിപ്പോർട്ടും എന്ത് ചെയ്യണം, ഇവർ തന്നെ എഴുതണം. കാരണം അവർ അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യും, ഇവരുടെ ഈ ഒരു കയറുന്ന ടൈമിലൊക്കെ ആര് സൂപ്പർവൈസ് ചെയ്യും, ഇവരുടെ മുകളിൽ നിൽക്കുന്ന ട്രെയിൻസ് ഗാർഡ് പോലത്തെ ആൾക്കാർ വന്ന് എന്ത് ചെയ്യും, സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഈ ടൈം ഇവിടെ ഇപ്പം എന്ത് ചെയ്തു, അവർ സ്ലോ ഡൗൺ ചെയ്തു, ഈ ടൈം അവരിവിടെ സ്പീഡ് കൂട്ടി, ഇവിടെ എന്ത് ചെയ്തു, കുറച്ച് ലാഗ് അടിച്ചു എന്നൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ടൈമിങ്ങും ഷെഡ്യൂൾസും ആര് ചെയ്യണം, ഈ പറയുന്ന ഗുഡ്സ് ട്രെയിൻ. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്നാലും നമുക്ക് എന്തുണ്ട്, ട്രെയിനകത്ത് ഇരുന്നാലും അവർക്ക് എന്തുണ്ട്, പണി ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കേട്ടോ.
അതാണ് പറയണത്. വൈൽ ഇൻ മോഷൻ ലുക്കിംഗ് ഔട്ട് ഫോർ എനി അബ്നോർമാലിറ്റി, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് അവരാണ്. പിന്നെ റിപ്പോർട്ട് പ്രിപ്പറേഷൻ, ഇതിൻ്റെ എല്ലാം റിപ്പോർട്ട്സ്, അതായത് പ്രിപ്പയർ വേരിയസ് ട്രെയിൻ റിപ്പോർട്ട് ഇൻക്ലൂഡിങ് എന്താണ് അറൈവൽ, എത്ര മണിക്ക് എത്തി, എത്ര മണിക്ക് അങ്ങെത്തി, എത്ര മണിക്കാണ് ലാഗ് വന്നത്, കമ്പൈൻഡ് ട്രെയിൻ റിപ്പോർട്ട്സ്. ഈ ഒരു റിപ്പോർട്ട് ഇവരെന്ത് ചെയ്യണം വന്ന ഉടനെ തന്നെ, അതായത് ഇവർ ഇപ്പം ട്രിവാൻഡ്രത്തുനിന്ന് നേരെ എറണാകുളം പോയി തിരിച്ച് ട്രിവാൻഡ്രം എത്തുമ്പോൾ നേരെ വന്ന് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കണം, ഈ CTR റിപ്പോർട്ട് വാങ്ങിക്കണം. ഇതൊരു ഫോം ഫില്ലിംഗ് റിപ്പോർട്ടാണ്. ഈ ഫോം ഫില്ലിങ്ങിൽ ഇവർ എന്ത് ചെയ്യണം, എത്ര മണിക്കൂർ ഇത് ഇവർ എഴുതി വെച്ചിരിക്കുന്ന സംഭവമൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കണം. ആ ഒരു കാര്യമാണ്. പിന്നെ എന്താണ്, ലോക്കോ പൈലറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും മൈനർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ട്രെയിൻ ജേർണിയിലുണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് പീരീഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വണ്ടി നിന്ന് പോകണമെങ്കിൽ ലോക്കോ പൈലറ്റിൻ്റെ ഹെൽപ്പോടെ എന്തെങ്കിലും ട്രബിൾസ് ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇവർ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നോ ഫിക്സഡ് വർക്ക് അവേഴ്സ് ആണ്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. വർക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിക്സഡ് വർക്ക് അവേഴ്സ് ഇല്ല. 8 മണിക്കൂർ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമല്ല. അതായത് നിങ്ങൾക്ക് ഇപ്പം ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയപ്പോൾ 8 മണിക്കാണ് ഒരു ലോഡ് വന്നതെങ്കിൽ ആ 8 മണി രാത്രി 8 മണിക്കാണ് ലോഡ് വന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഗുഡ്സ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിന് പോകണം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് വർക്കാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏത് സമയത്ത് വിളിച്ചാലും വന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് ലീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നമ്മൾ ചെയ്യേണ്ടി വരും. ലീവ് എടുക്കുന്നതിനൊക്കെ അതിൻ്റേതായ കുറച്ച് റിസ്ക് ഉണ്ട്. നമുക്ക് നോർമൽ സ്റ്റേഷൻസ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള സ്റ്റേഷൻസ്, ഇപ്പം നിങ്ങൾ ട്രിവാൻഡ്രം സെൻട്രലാണ് കൊടുത്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടിയേനെ, നിങ്ങൾക്ക് എറണാകുളം, ട്രിവാൻഡ്രം, കൊല്ലം ഇതുപോലത്തെയൊക്കെ സെൻട്രലിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ പാലക്കാട്, സേലം, തിരുച്ചിറപ്പള്ളി അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ സദേൺ സോണാണ് കൊടുത്തതെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ദൂരെ കിടന്നിട്ട് ഇങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകൾ അനുഭവിക്കണം. അവരുടെ അടുത്ത് നമുക്ക് ലീവ് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അറിയാമല്ലോ, നിങ്ങൾക്ക് ഹിന്ദിക്കാരായിരിക്കും അവിടെ സൂപ്പർവൈസിങ്ങിന് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ വേറെ എന്തെങ്കിലും ഷിഫ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. നിങ്ങൾ ആ ഒരു മനസ്സിൽ ആ ഒരു കാര്യം വേണം. നമ്മൾ റെയിൽവേയിലേക്ക് കടക്കുമ്പോൾ നല്ലൊരു സുഖജോലി അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് ആശ്വാസമായ ഒരു ജോലിയായി അങ്ങനെ വിചാരിച്ച് കയറുന്നവരാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അതിൻ്റേതായ എന്തുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു നെഗറ്റീവ് എഫക്ട്സുകളുണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റുകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ജോലിയാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കി ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടറും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വരുന്നില്ല, റിസ്ക് വരുന്നില്ല. നിങ്ങൾക്ക് സമാധാനത്തിൽ എന്ത് ചെയ്യുക, മുന്നോട്ട്. അത്യാവശ്യം ഒന്ന് ഓടി വരാൻ തോന്നിയാൽ നിങ്ങൾക്ക് സ്വന്തം ഫാമിലിയുടെ അടുത്ത് ഇടയ്ക്കെങ്കിലും വന്നൊന്ന് ഫുഡ് കഴിക്കാനെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വർക്ക് എന്തായിരിക്കും, കുറച്ച് ടഫായിരിക്കും, കുറച്ച് റിസ്കി ആയിരിക്കും. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുമായിട്ടൊന്ന് കോപ്പപ്പ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ടൈമിൻ്റെ ആ ഒരു പ്രോസസ്സ് വഴി നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ ആവും. നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ കൈ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് അതൊന്നും ടെൻഷനായിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വെഹിക്കിൾ മോണിറ്ററിങ്, കോർഡിനേഷൻ വിത്ത് സ്റ്റേഷൻ മാസ്റ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി അവരുടെ സാലറി പാക്കേജ് ഞാൻ പറഞ്ഞല്ലോ, സാലറിയാണ് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇന്ന് നീഡ്സ് നടന്നു പോകുന്നെങ്കിൽ എന്താ വേണ്ടത്, സാലറിയാണ് വേണ്ടത്. നല്ലൊരു സാലറിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ബേസിക് പേ എത്രയാണ് അവർ പറയുന്നത്, 29,200 എന്ന് പറയുന്ന ഒരു ബേസിക് പേ ആണ് പറയുന്നത്. ബേസിക് പേ എന്ന് വെച്ചാൽ ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് 2 മാസം നിങ്ങൾക്ക് എന്തുണ്ട്, ട്രെയിനിങ് ഉണ്ട്. ആ പീരീഡിൽ ഉൾപ്പെടെ ബേസിക് പേ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ തരുന്ന എന്താണ്, DA എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഡയറക്റ്റ് എന്താണ് നമ്മുടെ ഡിയറൻസ് അലവൻസ് എന്ന് പറയും. ഡിയറൻസ് അലവൻസ് എപ്പോഴും 50% ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഇതെന്ത് ചെയ്യും, ചിലപ്പോൾ നേരത്തെ 30, കഴിഞ്ഞ വർഷം വരെ 46% ഇപ്പോൾ അതെന്തായി 50% മാറി. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 50% നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, വീണ്ടും ബേസിക് പേയുടെ 50% വീണ്ടും DA വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ല എമൗണ്ട് വീണ്ടും കൂടെയാണ്. ഇനി അടുത്ത ട്രാവൽ അലവൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ അലവൻസ് കാണും. നമ്മളിപ്പോൾ ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതൊരു ജോലി ആയിക്കോട്ടെ, അതായത് ട്രെയിനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, ആ ട്രെയിനിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്. ഇപ്പം ബാക്കിയുള്ള ചില ജോലിക്കൊക്കെ ട്രാവൽ അലവൻസ് ഉണ്ട്, പക്ഷേ വിത്ത് അഡീഷണൽ കിലോമീറ്റേഴ്സും കൂടെ നിങ്ങൾക്ക് കൂട്ടും. അതായത് ഇപ്പം ട്രാവൽ അലവൻസ് ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര തരുന്നു എന്ന് വിചാരിച്ചു, 2,700 രൂപ തരുന്നു. പ്ലസ് നിങ്ങൾ 1 കിലോമീറ്റർ എക്സ്ട്രാ എടുത്തു. 1 കിലോമീറ്റർ എക്സ്ട്രാ എടുത്താൽ എത്ര കിട്ടും, നിങ്ങൾക്ക് ഒരു 5 രൂപ അടുപ്പിച്ച് കിട്ടും. 5 രൂപ 1 കിലോമീറ്റർ. ഇങ്ങനെ എത്ര കിലോമീറ്റർ ആയിരിക്കും നിങ്ങൾ ഒരു ദിവസം പോകുന്നത്. കാരണം ഗുഡ്സ് ഗാർഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. അതായത് 72 മണിക്കൂർ 72 അവേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്താവാം.
അതായത് നിങ്ങളുടെ ഗുഡ്സ് ട്രെയിനിന് ഒരു ദിവസം 72 hours ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം പുറപ്പെട്ട ഗുഡ്സ് ട്രെയിനിന് 72 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് അവരുടെ ഹോം സ്റ്റേഷനിൽ എത്തിയാൽ മതി. ആ ഒരു എന്തുണ്ട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ. 72 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെയാണ് പറയുന്നത് നമ്മൾ. അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിന് ഇനി 72 മണിക്കൂർ കഴിഞ്ഞ് എത്തിയാൽ മതി. അപ്പം 72 × 5 എന്ന് പറയുന്ന ഒരു രൂപ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്, ആ ട്രാവൽ അലവൻസ്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോവേണ്ട ആവശ്യം വരില്ല, നമുക്ക് കുറച്ച് ഗുഡ്സേ ഉള്ളൂവെങ്കിൽ നമുക്ക് പോയിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞ് തിരിച്ചു വരാം. കാരണം നമ്മൾ കുറേ പോകുമ്പോഴും നമ്മൾ മടുക്കും. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഇപ്പോൾ വിചാരിക്കും അയ്യോ ഇത്ര പൈസ ഉണ്ടല്ലോ, നമുക്ക് എത്ര വേണോ ട്രാവൽ ചെയ്യാം, അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, തോന്നത്തില്ല കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം അത്രയും നിങ്ങൾക്ക് എന്ത് കിട്ടും, ട്രാവൽ അലവൻസ് വീണ്ടും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി HRA എന്ന് പറയുന്ന സാധനമുണ്ട്. HRA എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സിറ്റി ബേസിസിലാണ് HRA, ഹോം റെൻറ്റ് അലവൻസ്, ഹൗസിംഗ് റെൻറ്റ് അലവൻസ് ഒക്കെ ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ ഈ HRA എന്ന് പറയുന്ന ഇപ്പം എന്താണ്, HRA ആഫ്റ്റർ 7th പേ കമ്മീഷൻ, 7ാമത്തെ പേ കമ്മീഷൻ വന്നിട്ടുണ്ട്. 7ാമത്തെ പേ കമ്മീഷൻ അനുസരിച്ച് XYZ സിറ്റീസ് ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സിറ്റി. അതായത് ഇപ്പം പോപ്പുലേഷൻ 50 ലക്ഷത്തിന് മുകളിലുള്ള പോപ്പുലേഷനുള്ള സിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റീസാണ് മുംബൈ, കൊൽക്കത്ത, പൂന, മഹാരാഷ്ട്ര, ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ചെന്നൈ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം എന്താണ് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയും. 50 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ സിറ്റീസാണ് എക്സ് സിറ്റീസ്. ആ സിറ്റീസിൽ നമുക്ക് ജോലി കിട്ടിയാൽ നമുക്ക് ജോലി പാടുമാണ്, പക്ഷെ അതിനനുസരിച്ച് അവരെന്തും തന്നിട്ടുണ്ട്, HRA തരുന്നുണ്ട്. 24% HRA അതിൽ ഇൻക്രിമെൻ്റ് ആയിട്ട് വരെയാണ്. 24% HRA അത് വരെയാണ്. ഹൗസിംഗ് റെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞ് വരെയാണ്. ഇനി അടുത്ത് സിറ്റീസിലാണെങ്കിൽ ഏതാണ്, നമ്മുടെ ട്രിവാൻഡ്രം പോലെയുള്ള 5 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു എന്താണ് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളെയാണ് സിറ്റി എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, 5നും 50 ലക്ഷത്തിനും ഇടയ്ക്കാണ്. നമ്മുടെ ട്രിവാൻഡ്രം പോലെയുള്ള നോർമൽ കുറേ ഉള്ള സിറ്റീസൊക്കെ ശരിക്കും പറഞ്ഞാൽ സിറ്റീസാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞതാണ് സിറ്റീസ്. അങ്ങനെ സിറ്റീസ് ശരിക്കും ഇല്ല. 5 ലക്ഷത്തിൽ താഴെ ആൾക്കാരുള്ള ഒരു സിറ്റി നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ XY സിറ്റീസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു HRAയും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് 24% അല്ലെങ്കിൽ 16% നിങ്ങൾക്ക് ടോട്ടൽ ഹാൻഡ് സാലറിയിൽ, ഇനി ഹാൻഡ് സാലറിയിൽ നിങ്ങൾക്ക് കയറി വരും. അപ്പോൾ ഇത് കണ്ടോ, 49,000 അങ്ങനെ തന്നെ ആയി. 49,000 വെറും ബേസിക് പേ നമ്മൾ നോർമലി കൂട്ടുമ്പോൾ തന്നെ എത്ര വരുന്നുണ്ട് അവർക്ക്, 49. എവിടെ കിടന്നതാ, 29,000 കിടന്നത് 49,000 മാറി. ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 1 year ആകുമ്പോൾ വീണ്ടും ഒരു ഇൻക്രിമെൻറ്റ് വരും, വീണ്ടും അലവൻസുകളുണ്ട്. ഇത് മാത്രമല്ല അലവൻസ്, ഇനിയും ഉണ്ട് അലവൻസുകൾ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് റെയിൽവേ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ ബെനിഫിറ്റ്സ് കൊണ്ടാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റെയിൽവേ ഒരു ബെറ്റർ ഓപ്ഷൻ. ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഏറ്റവും വലിയ ഫീൽഡാണെന്ന് പറയുന്നത് വെറുതെ അല്ല. അത്രയും അലവൻസുകളും അത്രയും സാലറിയും പാക്കേജും അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആ റിസ്ക്കും ഉണ്ട്, അത്രയും വർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുമ്മാ കിട്ടുന്നതല്ല, നിങ്ങൾ ജോലി ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള അലവൻസും കൂടെ നോക്കിയേ. ഇത്രയും അലവൻസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ 1 lakh അടുപ്പിച്ച് സാലറി കിട്ടും. 1 lakh അടുപ്പിച്ച് ഒരു മാസം സാലറി കിട്ടും. 80,000 അടുപ്പിച്ച് സാലറി കിട്ടും. 80,000 മുകളിൽ സാലറി കിട്ടും. ഈവൻ വിത്തിൻ ഒരു വർഷത്തിനകം വെച്ച് തന്നെ നിങ്ങളുടെ സാലറി ഇത്രയും ഹൈക്ക് ഉണ്ടാവുകയാണ്. 80,000 എന്ന് പറഞ്ഞൊരു ഹൈക്കിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്, കിലോമീറ്റർ അലവൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1 കിലോമീറ്ററിന് 4.7 രൂപയാണ്. ഏകദേശം 5 രൂപ അടുപ്പിച്ചിട്ടാണ് 1 കിലോമീറ്റർ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര കിലോമീറ്റർ പോവോ അത്രയും കിലോമീറ്റർ നിങ്ങൾക്ക് പൈസ കയ്യിലിരിക്കും. പെയ്ഡ് ഫോർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്തിൻ ഡ്യൂട്ടിക്ക് വേണ്ടി. ഇനി അടുത്ത് സെൽ അലവൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സെൽ അലവൻസ് എന്ന് പറഞ്ഞാൽ നോർമലി ഈ ടോർച്ചിൻ്റെ സെല്ല്, പിന്നെ നിങ്ങൾ മൊബൈൽ ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ചാർജ് ആയിട്ട്. അതായത് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ടോർച്ചിൽ ആ ടോർച്ചിൻ്റെ ബാറ്ററി മാറ്റാനുള്ള പൈസ, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ റീചാർജോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസ, ഏകദേശം ഒരു 2,000 അടുപ്പിച്ചിട്ടുള്ള ഒരു പൈസ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുകയാണ് ആ സെൽ അലവൻസിൽ തന്നെ. ഇനി അടുത്ത് ഓവർ ടൈം അലവൻസ് ഉണ്ട്. നിങ്ങൾ എത്ര മണിക്കൂർ കൂടുതൽ ചെയ്തോ അതിനും നിങ്ങൾക്ക് എന്തുണ്ട്, വർക്കുണ്ട്. ഓവർ ടൈം വർക്കിനും എന്തുണ്ട്, പെയ്ഡ് എക്സ്ട്രാ അവേഴ്സ് ഫോർ ദ റെഗുലർ ഡ്യൂട്ടിക്ക് പുറമെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഓവർ ടൈം വർക്കിങ്ങിൻ്റെ പൈസയുണ്ട്. ഇനി അടുത്ത് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട്.
നൈറ്റ് ഡ്യൂട്ടി ആണ്, നമ്മുടെ ഷിഫ്റ്റുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി വരും, എന്നാൽ നമുക്ക് അതിനും എന്തുണ്ട്, അലവൻസ് തരുന്നുണ്ട്, നൈറ്റ് ഡ്യൂട്ടി അലവൻസും ഉണ്ട്. ഇനി അടുത്ത ട്രാവൽ അലവൻസ് എന്താണ്, നോർമൽ ട്രാവൽ അലവൻസ് ആണ്, നമുക്ക് ഫിക്സഡ് ആയിട്ട് തരുന്ന ട്രാവൽ അലവൻസ് ആണ് കേട്ടോ. കവർ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഒഫീഷ്യൽ ട്രാവൽസ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് പോവേണ്ടി വരുന്ന ട്രാവലിന് വേണ്ടിയുള്ള ട്രാവൽ അലവൻസും അവർ തരും. ഇനി അടുത്ത ഹൗസ് റെന്റ് അലവൻസ്, HR അലവൻസും എന്തുണ്ട്, പ്രൊവൈഡ് ഇഫ് ദ എംപ്ലോയി ഈസ് നോട്ട് പ്രൊവൈഡ് വിത്ത് റെയിൽവേ അക്കോമഡേഷൻ. റെയിൽവേ അക്കോമഡേഷൻ അതായത് കോട്ടേജ് ഉണ്ടല്ലോ, കോട്ടേജ് നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ അലവൻസും നമുക്ക് തരും. നമ്മൾ വേറൊരു വീട് എടുത്ത് നിൽക്കണമെന്നാണെങ്കിൽ അതിൻ്റെ അലവൻസും അവരെന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മെഡിക്കൽ അലവൻസ് അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യം വന്നാൽ അതിനുള്ള അലവൻസും അവർ തരാറുണ്ട്. എംപ്ലോയീസ് മെഡിക്കൽ എക്സ്പെൻസസിന് വേണ്ടിയുള്ള ഇതും തരാറുണ്ട്. നാഷണൽ ഹോളിഡേ അലവൻസ്, ഇനി നമ്മൾ ചില സമയങ്ങളിൽ എന്താണ് ഹോളിഡേ എടുത്തില്ലെങ്കിലും നമ്മൾ എടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എടുക്കും, പക്ഷേ നമ്മളിപ്പം അത്യാവശ്യം ഒരു ഘട്ടത്തിൽ നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ജോലി എന്താണ് നമുക്ക് അത്രയും ലീവ് വേണ്ട, ഇപ്പോൾ ഓണത്തിന് 10 ലീവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 ലീവ് ഉണ്ടെങ്കിൽ 5 ലീവ് വേണ്ട, ഞാൻ ജോലി ചെയ്യുമെന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ അലവൻസും കിട്ടും. അപ്പം ടോട്ടൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അലവൻസുകളൊക്കെ കയറി വരുമ്പോൾ നിങ്ങളുടെ സാലറി ശരിക്കും പറഞ്ഞാൽ 80,000 അടുപ്പിച്ച് വരും. അപ്പം അത്രയും നല്ലൊരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ. അപ്പോൾ ആ ഗുഡ്സ് ട്രെയിൻ മാനേജറിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് CBT 1 പാസ്സാവണം, പിന്നെ CBT 2 പാസ്സാവണം, അത് കഴിഞ്ഞ് എന്തുണ്ട് ടയർ 1 ടയർ 2 അല്ലേ, ടയർ 1 ടയർ 2, അത് കഴിഞ്ഞ് ഡയറക്റ്റ് എന്താണ് നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷനാണ് അല്ലേ, മെഡിക്കൽ എക്സാമിനേഷനാണ് A2 കാറ്റഗറി ആണല്ലേ നിങ്ങൾ മെഡിക്കൽ. കണ്ണാടി വെക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതൊരു ഇഷ്യൂ ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് നിങ്ങൾക്ക് വരുന്നത്. ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് നിങ്ങൾക്ക്. എന്തുണ്ട്, ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അപ്പം ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പോസ്റ്റ് അല്ലേ, സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ 2 മാസത്തിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതി. എവിടെ വച്ചിട്ട്, മൾട്ടി ഡിസിപ്ലിനറി സോണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുച്ചിറപ്പള്ളി, ട്രിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത്, ചെന്നൈ നമ്മുടെ തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ് തിരുച്ചിറപ്പള്ളി അല്ലേ, ട്രിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. അവിടെ എന്തുണ്ട്, സോണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി. പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്തറിയണം, റെയിൽവേയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ. നമ്മൾ ഇത്രയും നാൾ റെയിൽവേയെ കുറിച്ചൊന്നും പഠിച്ചില്ലല്ലോ, റെയിൽവേയുടെ ഓപ്പറേഷണൽ കാര്യങ്ങൾ, മെക്കാനിക്കൽ കാര്യം ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണ് അവിടുത്തെ നടക്കുന്നതെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇൻ ഹാൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞു വിടുന്നത് കേട്ടോ. അപ്പം 2 മാസത്തിൻ്റെ ട്രെയിനിങ് പീരീഡിൽ അവരുടെ ഒരു ബുക്കുണ്ട്, റെയിൽവേയുടെ ഒരു ബുക്കുണ്ട്. ആ റെയിൽവേ ബുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് 2 months എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈനൽ ടെസ്റ്റ് ഉണ്ട്, 100 മാർക്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അതെന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണും, അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ്, എഴുത്ത് പരീക്ഷ പോലെയാണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ഒരു വൈവയും കൂടെ കാണും. ഈ 100-ന് അവരൊരു ഫിക്സഡ് മാർക്ക് ഫിക്സ് ചെയ്യും. അതായത് 100-ന് 60 കിട്ടിയവർ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന്. 100-ന് 60 കിട്ടിയവർ മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം ഇതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒന്നും പഠിക്കുക, ഇപ്പം മെക്കാനിക്കൽ എന്ന് പറയുന്ന ഇപ്പം നമ്മൾ എന്തിലാണ് കയറുന്നത്, ഗുഡ്സ് ഗാർഡായിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾ അവിടെ എന്തൊക്കെ പഠിക്കണം, ഓപ്പറേഷണൽ സ്കിൽസ് പഠിക്കണം. ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യം വരുന്നത്, ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇവിടെയൊക്കെയാണ് അതിൻ്റെ ജാമിങ് വരുന്നത്, ബൈൻഡിങ് വരുന്നത്, ഇങ്ങനത്തെയൊക്കെ ഉള്ള കുറേ ഇൻ അഡീഷൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യമുണ്ട്. അതെല്ലാം നമ്മൾ എവിടെ വെച്ച് പഠിക്കും, ഈ സ്ഥലത്ത് വെച്ച് പഠിക്കും. ഇവിടെ വെച്ച് നമ്മൾ തിയററ്റിക്കലി ആയിട്ട് പഠിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ സ്റ്റഡി ആയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്, ഒരു റോഡ് ടെസ്റ്റ് ഡ്രൈവിംഗ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു സംഭവം പോലെ ഒരു റോഡിന് വേണ്ടിയായിട്ട് എവിടെ വിടും, റോഡ് ലോഡിങ്ങിന് വേണ്ടിയായിട്ട് ഒരു സൂപ്പർവൈസറിനെ വിട്ടിട്ടാണ് പ്രാക്ടിക്കൽ സ്റ്റഡി നടത്തുന്നത്. ഈ ട്രെയിനിങ് പാസ്സായവർക്ക് മാത്രം. അപ്പോൾ ഈ ട്രെയിനിങ് എന്ത് ചെയ്യുക, നമ്മൾ പാസ്സാവണം. പാസ്സായാൽ മാത്രമേ നമുക്ക് എന്തായുള്ളൂ, ജോലി ആയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. SC STക്ക് ആണെങ്കിൽ 2 ചാൻസ് ഉണ്ട്. ഇപ്പം അവർ സെറ്റ് ചെയ്ത മാർക്ക് 60 നിങ്ങൾക്ക് 59 മാർക്കായാലും നിങ്ങൾ അവരെന്ത് ചെയ്തില്ല, റിജക്റ്റ് ചെയ്യും. അപ്പോൾ SC STക്ക് ആണെങ്കിൽ 2 പ്രാവശ്യം ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ പരീക്ഷയിൽ 60 വാങ്ങിക്കാൻ. OBCക്കാർക്കാണെങ്കിൽ 1 വർഷം ചാൻസ് ഉള്ളൂ, 1 പ്രാവശ്യവും കൂടെ ഉള്ള ഒരു ചാൻസേ ഉള്ളൂ. ജനറലിനാണെങ്കിൽ നൺ, ഒരു ചാൻസും ഇല്ല. ഓക്കെ, നോ ചാൻസ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ അതൊക്കെ നിങ്ങൾ എഴുതി മേടിക്കും കേട്ടോ. ടയർ 1 പാസ്സായി ടയർ 2 പാസ്സായ ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവാൻ പാടായിരിക്കത്തില്ല, ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് പഠിക്കണമെന്നേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കാണും, ഡിസ്ക്രിപ്റ്റീവ് കാണും, വൈവേയും കാണും.
ഓക്കെ, ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയും കൂടെ കഴിഞ്ഞാലേ നമുക്ക് എന്ത് വരത്തുള്ളൂ, നമ്മുടെ കയ്യിൽ ഗുഡ്സ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ജോലി ആവത്തുള്ളൂ കേട്ടോ. അതനുസരിച്ച് നിങ്ങളുടെ മാർക്കിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള സെൻറ്റേഴ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സദേൺ സോണിലാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കിട്ടാം നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് മെയിനായിട്ട് നമുക്കവിടെ തന്നെ ചിലപ്പോൾ ട്രിവാൻഡ്രം തന്നെ അടിച്ച് കിട്ടും കേട്ടോ, ട്രിവാൻഡ്രത്ത് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെയിൻസിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് എറണാകുളമാണ്. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എറണാകുളത്തായിരിക്കും, കാരണം ഗുഡ്സ് ട്രെയിനൊക്കെ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. അവിടെ കിട്ടാം. കൊല്ലം ഒരു സെൻട്രലുണ്ട്, അവിടെ കിട്ടാം. അങ്ങനെ പല പല സെൻട്രൽസിൻ്റെ ഇടയിലുണ്ടല്ലോ, അതിൻ്റെ എവിടെയെങ്കിലും നമുക്ക് കിട്ടാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എവിടെ കിട്ടിയാലും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഫീമെയിൽസിനാണെങ്കിൽ പ്രഗ്നൻറ്റ് വിമൻസിനൊക്കെ ആണെങ്കിൽ കുറച്ച് കൺസിഡറേഷൻ അവർ തരും. ഈ മെഡിക്കലൊക്കെ എന്താണ്, ഇപ്പോൾ പ്രഗ്നൻറ്റ് വിമൻസ് ആ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ജയിച്ച് മെഡിക്കലായപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ടൈം ഡ്യൂറേഷൻ തന്നിട്ട് പിന്നെ അടുത്ത് വരാനായിട്ടേ പറയുള്ളൂ. റീമെഡിക്കൽ നിങ്ങൾക്ക് തന്നിട്ട് ആ ജോലി നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ റീമെഡിക്കൽ ചെയ്തിട്ട് നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, എടുക്കും കേട്ടോ. അതെന്താ വെച്ചാൽ നിങ്ങൾക്കും ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ, DV, ഈ കാര്യമൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് എടുത്ത് പറയുകയാണ് A2 കാറ്റഗറിയാണ്. അപ്പോൾ A2 കാറ്റഗറി എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. നമുക്കും അറിയത്തില്ല എങ്ങനെയാണ് ഈ റെയിൽവേ നോക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം നോട്ടിഫിക്കേഷനിൽ കുറച്ച് പോയിന്റ്സേ പറയുന്നുള്ളൂ. ആകെ നോട്ടിഫിക്കേഷനിൽ A2 കാറ്റഗറിയാണ് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ്. ഇതാണ് അവർ ജനറൽ ഫിറ്റ്നസ്സിൽ പറയുന്നത്. ജനറൽ ഫിറ്റ്നസ്സിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്തും വരത്തില്ല, ഡിസബിലിറ്റീസും പാടില്ല, ഡിസബിലിറ്റി അബ്നോർമാലിറ്റീസ് പോലും പാടില്ല. ആ ഒരു കണ്ടീഷനിങ് ആണ് ആ ഒരു ഒറ്റ വേർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവരുടെ ഒരു വിഷ്വൽ അക്വിറ്റി എന്ന് മാത്രമുള്ള ഒരു സംഭവം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല അവരവിടെ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യാത്തതായിട്ട് വേറെ ഒന്നുമില്ല. ആ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർ ഒന്നും നോട്ടിഫിക്കേഷനിൽ കൂടുതൽ ഡെപ്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കും അത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കൽ അവിടെ പോയി അനുഭവം ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്. നമ്മുടെ ലെഗിൻ്റെ നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, ഹൈ ആർക്ക് ഫുട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ലെഗിൻ്റെ കാര്യങ്ങൾ, വെരിക്കോസ് വെയിനൊക്കെ മസ്റ്റായിട്ട് നോക്കുന്ന കാര്യമാണ്. അതൊക്കെ ഇപ്പോഴേ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മതി നമ്മൾ റിജക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇത്രയും ലെവലൊക്കെ കഴിഞ്ഞ് എത്തുന്ന സമയത്ത് നമ്മുടെ ജോലി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. ഡെൻറ്റൽ പോയിന്റ്സ് മസ്റ്റായിട്ട് അവർ നോക്കും കേട്ടോ. അതായത് നിങ്ങളുടെ ഇത്ര പല്ലുകൾ ഉണ്ടെന്ന് അവർക്കൊരിതുണ്ട്, 24 പല്ലെന്തോ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പല്ലുകൾ ഇല്ലാന്നുണ്ട്, അണപ്പല്ല് മസ്റ്റായിട്ടും വേണമെന്നുള്ളൊരു കാര്യമുണ്ട്. ഗ്യാപ്പൊന്നും വലിയ ഇഷ്യൂ ഇല്ലയെന്ന് തോന്നുന്നത്. ഈവൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കമ്പിയൊക്കെ ഇട്ടിക്കുന്നത് അതൊന്നും പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ പല്ലിൻ്റെ സ്കോർ എന്ന് പറയുന്നത്, ഡെൻറ്റൽ പോയിന്റ് ഉണ്ട്, അതൊക്കെ കൃത്യമായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. വെരിക്കോസ് വെയിൻ മസ്റ്റാണ്, ഡെൻറ്റൽ പോയിന്റ്സ് മസ്റ്റാണ്. അതൊക്കെ എന്ത് ചെയ്യുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കണ്ടിന്യൂസ് അങ്ങ് റിജക്ഷൻ അങ്ങ് അടിച്ച് കളയും. അതുകൊണ്ടാണ് പറയുന്നത് പല കാര്യങ്ങളും നമുക്ക് സർജറിയൊക്കെ നോർമലി ഇല്ല, ചെയ്യാൻ പാടില്ല. സർജറിയുടെ കാര്യമല്ല, ഏറ്റവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ സർജറി ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, ഒട്ടും അലോ ചെയ്യാത്ത കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ നമ്മളിപ്പോൾ എവിടെയാണോ നമുക്ക് കിട്ടുന്ന സ്ഥലം, ആ ഒരു സ്ഥലം പോലെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലക്കിലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നത്. നമുക്ക് എവിടെയാണോ നമ്മുടെ മെഡിക്കൽ സെൻറ്റർ വരുന്നത്, ആ മെഡിക്കൽ സെൻറ്ററിൽ ആ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു 3 പേര് നോക്കാൻ നിൽക്കുമായിരിക്കും. ആ 3 പേരിൽ ചിലപ്പോൾ 2 പേര് പാവമായിരിക്കും. നമുക്ക് കിട്ടിയ ആൾ മാത്രം ഭയങ്കരമാണെങ്കിൽ അവർ റീമെഡിക്കൽ അടിക്കും. അതൊക്കെയാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ആ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പം നമുക്ക് എവിടെയാണ് റിജക്ഷൻ വരുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റി വയ്ക്കുക. കാരണം അവരുടെ ഒരേ ഒരു കണ്ടീഷൻ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. അപ്പോൾ ആ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇയറിൻ്റെ കാര്യം, മൂക്കിൻ്റെയൊക്കെ ബെൻഡിങ് ഒക്കെ നോക്കും. കുറേ ബെൻഡിങ്, കൈയിൻ്റെ ബെൻഡിങ്, ഈ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യുക, ആദ്യമേ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റി വെച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ശരിയാക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ആ കാര്യമൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വിഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണാടി വെച്ചുകൂടാം. അതാണ് മെയിൻ കാര്യം. കണ്ണാടി വെക്കാൻ പാടില്ല ഈ പോസ്റ്റിന് വേണ്ടി. നിങ്ങൾക്ക് വിഷൻ എത്രയായിരിക്കണം, 6/9 6/9 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അപ്പോൾ അതെന്താണ്, നിയർ വിഷൻ ടെസ്റ്റ് ഉണ്ട്, 0.6 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. പിന്നെ എന്തൊക്കെ ടെസ്റ്റ് പാസ്സാവണം നിങ്ങൾ? കളർ വിഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, കളർ വിഷൻ, നമ്മുടെ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതാണ്
വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്. നമ്മൾ അകത്തൊരു കളർ കൊടുത്തിക്കോ അല്ലെങ്കിൽ അവിടെ ഒരു നമ്പർ കൊടുത്തിക്കോ അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ബൈനോക്കുലർ വിഷൻ, നമ്മുടെ ഇങ്ങനെയുള്ള കോങ്കണ്ണ് അങ്ങനത്തെ സംഭവമൊക്കെ നോക്കുന്ന സാധനമാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോങ്കണ്ണുള്ളവർക്ക് അതെന്തായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സ്ക്വിൻഡ് ഐസ് എന്ന് പറയും കോങ്കണ്ണിന്. അപ്പോൾ അതുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കാഴ്ച ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 6/9 കിട്ടിയാൽ പിന്നെ പേടിക്കാൻ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. കളർ ബ്ലൈൻഡ്നെസ് മസ്റ്റായിട്ടും പാസ് ആവണം കേട്ടോ. ബൈനോക്കുലർ വിഷനൊക്കെ നമുക്ക് അത്യാവശ്യം കാണാം, അല്ലെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവുന്നില്ല. നൈറ്റ് വിഷൻ, മയോപ്പിക് വിഷൻ ഒന്നും വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മുടെ കണ്ണ്, പല്ല്, മൂക്ക്, ചെവി ഈ കാര്യമൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക. ബെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കുക. പല്ലിൻ്റെ വിടവ് അങ്ങനത്തെ കാര്യമൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അഥവാ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പല്ലി കമ്പി ഇട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുക. എക്സാം വരുന്നതിന് മുമ്പ് തന്നെ അത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് കണ്ടോ, ഇതാണ് സാലറി പാക്കേജ്. അപ്പം നിങ്ങൾ പറഞ്ഞു 80,000 വരെയൊക്കെ സാലറി കിട്ടുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, 2024 ഇൻക്രിമെൻറ്റ് ഡേറ്റ് അനുസരിച്ച്, ഇൻക്രിമെൻറ്റ്സ് വരുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ. ഡ്യൂട്ടി ഡേയ്സ് 30 ദിവസമാണ്. അവരുടെ ഗ്രോസ് പേ കണ്ടോ 80,000 പ്ലസ് തന്നെ അവരുടെ ഗ്രോസ് പേ വന്നു. ബേസിക് പേ കണ്ടോ 29,200 തന്നെയാണ്. നമ്മൾ പറഞ്ഞ ബേസിക് പേ തന്നെ, പക്ഷേ അവിടെ വരുന്ന അലവൻസുകളാണ് ഈ നോക്കേണ്ടത്. ഡിയർനെസ് അലവൻസ്, അതാണ് DA എന്ന് പറയുന്നത്. അതാണ് 50%. നമുക്ക് എത്രയാണോ ബേസിക് പേ ഉള്ളത് അതിൻ്റെ 50% കൂടെയാണ്. അത് കഴിഞ്ഞ് ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്, റെൻറ്റ് അലവൻസ് ഉണ്ട്. പിന്നെ HRA എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കുള്ള നമുക്ക് എന്താണ് വേറെ റെൻറ്റ് എടുക്കുന്നെങ്കിൽ, റെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അലവൻസ് കയറി വരും. ഇനി അടുത്ത ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, കിലോമീറ്റർ അലവൻസ് ഉണ്ട്, സെൽ അലവൻസ് കണ്ടോ, കിലോമീറ്ററേജ് അലവൻസ് കണ്ടോ 20,000 സംതിങ്. അത് കാരണം അത്രയും നമ്മൾ ഓടും, അത്രയും ട്രെയിൻ ഓടുമല്ലോ, അപ്പം നമ്മളും അതിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും എന്ത് ചെയ്യും, കിലോമീറ്ററേജ് അലവൻസ് തന്നെ കൂടും. പിന്നെ നൈറ്റ് ഡ്യൂട്ടി അലവൻസും നിങ്ങൾക്ക് കയറും, കാരണം ആ നൈറ്റ് ഡ്യൂട്ടി നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് അതിൽ ഓട്ടോമാറ്റിക്കലി അലവൻസ് കയറുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ പല രീതിക്ക് പൈസ കൂടി ലാസ്റ്റ് നെറ്റ് പേ കണ്ടോ 74,580, ഗ്രോസ് പേ 80,000 അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറിയും കിട്ടും. അപ്പം ഇത് ഇത്രയും നല്ലൊരു പോസ്റ്റിംഗ് ആണ്. അത്യാവശ്യം വലിയ റിസ്ക് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് നല്ലൊരു സാലറി കയ്യിരിക്കുന്ന ഒരു ജോലിയാണ് എന്ന് പറഞ്ഞ് സാലറി മാത്രം കണ്ട് ജീവിക്കണം എന്നുള്ളൊരു കാര്യമല്ല പറയണം. നിങ്ങൾ ആദ്യം നിങ്ങൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ആ ജീവിതം എവിടെ നിന്ന് കിട്ടുന്നോ ആ ഒരു വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് കേട്ടോ. അപ്പം അതെന്തായാലും നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, പക്ഷെ നിങ്ങളാണ് ബെറ്ററായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗുഡ്സ് ട്രെയിൻ ഗാർഡ് നല്ലൊരു പോസ്റ്റിംഗ് ആണ്, നല്ല സാലറിയാണ്, എല്ലാ രീതിക്കും സന്തോഷമാണ്. പിന്നെ ഫാമിലി ലൈഫൊക്കെ കുറച്ച് എന്തായിരിക്കും, ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കോപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ പൊസിഷനിലേക്ക് എത്തുക, ആ ഒരു വില ഉണ്ടാക്കിയെടുക്കുക അല്ലേ. വില ഉണ്ടാക്കിയെടുത്തിട്ട് എന്തെങ്കിലും പിന്നെ നമുക്ക് മാറ്റണമെന്ന് തോന്നിയാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ ആലോചിക്കുക. പ്രൊമോഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പം ഗുഡ്സ് ഗാർഡിൽ നിന്ന് തുടങ്ങുകയാണെന്ന് വിചാരിച്ചോ, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തിലേക്ക് മാറും, പാസഞ്ചർ ഗാർഡിലേക്ക് മാറും. ആ പാസഞ്ചർ ഗാർഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സ്പ്രസ് ഗാർഡായി. ഇതൊക്കെ പിന്നെ ഭയങ്കര സൂപ്പർവൈസിങ് ലെവലിൽ എത്തുകയാണ്. നിങ്ങൾക്ക് വലിയ പണിയൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ട്രെയിനുമായിട്ട് പോവേണ്ട ആവശ്യം വരത്തില്ല. അല്ലാതെ തന്നെ നിങ്ങൾ കൺട്രോളർ എന്നുള്ള രീതിയിൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിന്നാൽ മതി. കണ്ടോ, ലാസ്റ്റ് ചീഫ് കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെയാണ് ആ പ്രൊമോഷൻ സ്കെയിൽ വരുന്നത്. അത്യാവശ്യം നല്ല പ്രൊമോഷൻ സ്കെയിലാണ് വിത്ത് സാലറി ഇൻക്രിമെൻറ്റ്. എല്ലാ പോസ്റ്റുകളിലും സാലറി ഇൻക്രിമെൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റേതായ ഏറ്റവും ചീഫ് കൺട്രോളർ പോസ്റ്റിലേക്ക് നിങ്ങൾ മാറും. ഇപ്പോൾ ഇതെത്രയാണ്, 5 പേ സ്കെയിലിൽ നിൽക്കുന്ന ജോലിയാണ്. അപ്പോൾ 5 പേ സ്കെയിലിൽ നിൽക്കുന്ന പിന്നെ നിങ്ങൾ 7 പേ സ്കെയിൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറും കേട്ടോ. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്ത് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയും നമുക്ക് ഉയരത്തിൽ എത്തണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ചിന്തിക്കേണ്ടത്. NTPCയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ടൈമുണ്ട്, ആവശ്യത്തിലേറെ ടൈമുണ്ട്. അപ്പോൾ എങ്ങനെയും പഠിച്ചെന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ച് മുന്നേറാൻ മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ NTPC ഓൺലൈൻ കോഴ്സ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ച് ആ ഒരു പൊസിഷനിലെത്തണം. കാരണം CBT 1 ക്ലിയർ ചെയ്യണം, അത് കഴിഞ്ഞ് CBT 2 എല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കടമയായിട്ടുള്ള CBT 1 ക്ലിയർ ചെയ്യാൻ
പ്രോപ്പറായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ദിശ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിശ ലേണിംഗ് ആപ്പിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യാം, എൻക്വയറീസ് നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് കണ്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുമെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.